ഹലോ, ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ബിഗ് ബോസിലുള്ള കാര്യമാണ്. അതിലൊരു പെൺകുട്ടി പറയുന്നത് കേട്ടു. അവൾ അതിലേക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവൾക്ക് ശരീരം കൊടുക്കണം. ഇത് രണ്ടുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ അഖിൽമാരാർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് കേട്ടു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, നമ്മളുടെ ഈ എവിടെയാണെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ജോലി വേണമെങ്കിൽ, ഒരു പ്രസ്ഥാനം, ഒരു എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുകയാണെങ്കിൽ അധികം അവർ ആവശ്യപ്പെടുന്നത് നമ്മളുടെ ശരീരം തന്നെയാണ്. സ്ത്രീകളിൻ്റെ ശരീരം കൊടുക്കുന്നവിടെ മാത്രമേ സ്ത്രീകൾക്ക് മുൻഗണനയുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളെയുമല്ല, എല്ലാ പുരുഷന്മാരെയും അല്ല ഞാൻ പറയുന്നത്. ചില മേഖലകളിലാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്ത്രീകളിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സ്വർണത്തേക്കാളും പണത്തേക്കാളും എത്രയോ വിലപിടിപ്പുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ എല്ലാ ആണുങ്ങളും അതില്ല. പിന്നെ ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മുടെ ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു പരിപാടിയാണ്. അതിന് ഇത്രയും പേരും പ്രശസ്തിയുമുള്ള മോഹൻലാലാണ് അത് നടത്തുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ മോഹൻലാലിനോട് ഒരു തരം ഒരു ഇതുണ്ട്. കാരണം സാർ അതിന് നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിലൊരു പെണ്ണ് കാണിക്കുന്നു. ഞാൻ ഈ ഹിന്ദിയിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഹിന്ദിയിലത്തെ ബിഗ് ബോസ് ഞാൻ ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടുമുണ്ട്. അതിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹിന്ദിക്കാർ കാണിക്കണമെന്നും പറഞ്ഞ് മലയാളത്തിലും ഇപ്പോൾ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഇതിനെല്ലാം ഒരു സൗകര്യം ഒരുക്കി കൊടുക്കലാണോ ഈ ബിഗ് ബോസ് ചെയ്യുന്ന പരിപാടി? എന്താ അത്? കേരളത്തിലിപ്പോൾ വരെ ഈ ലൈംഗിക ബന്ധത്തിന് ഒളിവും മറവൊന്നും ഇല്ലാണ്ടായി. അതിനൊരു സൗകര്യം ഒരുക്കി കൊടുത്തതാണ്. കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ബിഗ് ബോസ് എന്നൊരു പരിപാടി വെച്ച് അതിൽ ചെയ്തു കൊടുക്കുന്നത് ആണോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് എവിടെ ഒരു നല്ല, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ശരീരം കൊടുത്ത് ഒന്നിലും കയറി പോകരുത്. ജോലിയും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾക്ക് സ്വയമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ജീവിക്കുന്നതിലാണ് അഭിമാനം. അല്ലാതെ സ്വന്തം ശരീരം കൊടുത്തിട്ട് ഒരു ജോലിയായാലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയിലും അത് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് വലിയ വിലയൊന്നുമില്ല. കാരണം സ്വന്തം മനസാക്ഷിനെയെങ്കിലും ബോധിപ്പിക്കണം, ഞാൻ ശരീരം കൊടുത്താണ് ഇത് നേടിയിട്ടുണ്ട് എന്നുള്ളത് ഉള്ളിൽ ബോധം വേണം ഏതൊരു സ്ത്രീക്കായാലും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ബിഗ് ബോസ് എന്നുള്ളൊരു പരിപാടി വെറും വൃത്തികെട്ട ഒരു പരിപാടിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ കാണിക്കുന്നതും ഇപ്പോൾ ഓരോ അനുഭവങ്ങൾ മീഡിയയിൽ കൂടെ കാണുമ്പോഴും. അപ്പോൾ ഓക്കെ, ബൈ, സലാം.